പഞ്ചാബിലേക്കാണ്. പഞ്ചാബിൽ ഓപ്പറേഷൻ താമര എന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി എംഎൽഎ. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി സീറ്റ് വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണവുമായി സംഗ്രൂർ എംഎൽഎ നരീന്ദർ കൌർ ഖരീജാണ് രംഗത്ത് വന്നത്. അരവിന്ദ് ഒരിക്കൽ കൂടി ചേരുകയാണ്. അരവിന്ദ്, വീണ്ടും ഓപ്പറേഷൻ താമര എന്ന ആരോപണം ഉയരുകയാണല്ലോ. ആം ആദ്മി എംഎൽഎ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിടുന്നുണ്ടോ, അതോ ഇത് ഒരു ആരോപണം മാത്രമാണോ? തെളിവുകളൊന്നും ആം ആദ്മി പാർട്ടി എംഎൽഎ പുറത്തുവിട്ടിട്ടില്ല. 2027 പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഇത്തരത്തിൽ ഹരിയാന മുഖ്യമന്ത്രി നേരിട്ടെത്തി സീറ്റ് വാഗ്ദാനം നൽകി എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ എംഎൽഎ നരീന്ദർ കൌർ ഖരീജ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നയാബ് സിംഗ് സൈനി തന്നെയായി സംസാരിക്കുകയും പ്രധാനമായും താൻ മുന്നോട്ട് വെക്കുന്ന ഏത് ഉപാധി വേണമെങ്കിലും അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ താൻ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിലനിൽക്കുകയാണെന്നും ഇത്തരം വാഗ്ദാനങ്ങൾക്കുള്ളിൽ താൻ തലകുനിക്കില്ല എന്നതാണ് ആം ആദ്മി പാർട്ടി എംഎൽഎ ഉയർത്തിയിരിക്കുന്നത്. മുൻപ് പല സംസ്ഥാനങ്ങളിലും ഇത്തരമുള്ള ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഡൽഹിയിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ബിജെപി ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമം നടത്തിയെന്ന ആരോപണം അരവിന്ദ് കെജ്രിവാൾ തന്നെ ഉയർത്തിയിരുന്നു. എന്തായാലും പഞ്ചാബിൽ ശക്തമായ മുന്നേറ്റവുമായി ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. 2027 പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അതിനു മുമ്പാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ താമര ആരോപണം ബിജെപിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ബിജെപി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇനി എന്താകും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ പ്രതികരണം എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രവിത, ശരി. അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.